ഇപ്പൊ നമ്മുടെ മുമ്പിലൂടെ പോകുന്ന റോഡ് മാത്രം നോക്കിയാൽ പോരെ, ഒരു കോഴിമുട്ട അവിടെ നിന്ന് ഉരുട്ടിയാൽ ഇപ്പുറത്ത് എത്തും. അങ്ങനെയുള്ള മികച്ച റോഡ്, ഇവർക്ക് കണി കാണാൻ പറ്റാത്ത, ഈ നാട് ചിന്തിക്കാത്ത തരത്തിലുള്ള വികസനമാണ് ഈ നാട്. അത് വഴിയേ അറിഞ്ഞോളൂ. ഈ വികസനം ഇപ്പോ വസീമൊക്കെ പറയുന്ന വികസനത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിഴക്കോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഇറങ്ങി നടന്നപ്പോ ഇത് ശബരിമലയിൽ കൂടെ പോകുമെന്ന് വിചാരിച്ചത്. അത്രയേറെ മരത്തിന്റെ ഇടയിൽക്കൂടെയൊക്കെ റോഡ്, ഒരു ടാറ് പോയിട്ട് കോഴിമുട്ട വേണ്ട, ടയറ് കറങ്ങുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള റോഡുകളും ഉണ്ട്. വസീഫ് ഇതിൽ കൂടെ പോകൊണ്ട് മാത്രം കാണാത്തത്. ആദ്യമായിട്ട് സ്വരാജിനെ കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞെന്താ, സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ പങ്കെടുക്കുന്നില്ല, കുറച്ചും കൂടി ജാഗ്രത കാണിക്കണം എന്ന്. BJP അല്ല പറഞ്ഞത്, CPM-ന്റെ സെക്രട്ടറിയാ പറഞ്ഞത് ജാഗ്രത കാണിക്കണം, പാർട്ടി യോഗങ്ങൾ പങ്കെടുക്കണം. പിന്നെ അടുത്തത് യുദ്ധത്തിനെ കുറിച്ച് പാർട്ടിക്ക് അഭിപ്രായമില്ല. എന്ത് യുദ്ധത്തെ കുറിച്ച് പറഞ്ഞ കാര്യമല്ല പാർട്ടിയുടെ അഭിപ്രായം. അതല്ല ഉദ്ദേശം. അല്ല, പാർട്ടിയോട് യോജിക്കണമല്ലോ. പാർട്ടിയോട് യോജിക്കാത്തത് കൊണ്ട് ഇതുകൊണ്ട് കുരുതി കൊടുത്താണോ എന്ന് എനിക്ക് നല്ല വിഷമമുണ്ട്. അത് കാരണം ഈ വിജയമൊക്കെ പറയും, കയ്യടിയൊക്കെ കിട്ടും, പക്ഷെ അവസാനം വോട്ട് നല്ലോണം വേദനിക്കണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇത് അടുത്തത് കാര്യം. തൃപ്പൂണിത്തുറയിൽ ജനിച്ചു വളർന്ന എനിക്കറിയാം എങ്ങനെയാണ് സ്വരാജിന്റെ വോട്ട് കുറഞ്ഞത്. ഞാനത് കാരണം പറയുന്നില്ല, പക്ഷെ അതൊന്നും ശരിയല്ല. തെരഞ്ഞെടുപ്പിൽ അത്തരം വ്യക്തിപരമായ അഭിപ്രായമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനിയും വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ഇദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തവും ഈ പറയുന്ന ഗോവിന്ദന്റെ രാഷ്ട്രീയവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഒരു സംശയവുമില്ല, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ശക്തിയായ തിരിച്ചടി തന്നെയായിരിക്കും. ഒരു സംശയമില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.